ഓം ശാന്തി. 25/12/20 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ജീവിച്ചിരിക്കുന്നത് വരെയും ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് ആയുസ് വർദ്ധിക്കുന്നത്. പഠനത്തിൻ്റെ സാരം തന്നെ ഓർമ്മയാണ്. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ അതീന്ദ്രിയ സുഖം പാടപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ഉത്തരം: കാരണം നിങ്ങൾ സദാ ബാബയുടെ ഓർമ്മയിൽ സന്തോഷങ്ങൾ ആഘോഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സദാ ക്രിസ്മസ് തന്നെയാണ്. നിങ്ങളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഇതിനേക്കാൾ വലിയ സന്തോഷം മറ്റെന്തുണ്ടാകും? ഇത് ദിവസവുമുള്ള സന്തോഷമാണ്. അതിനാൽ നിങ്ങളുടെ തന്നെ അതീന്ദ്രിയ സുഖമാണ് പാടപ്പെട്ടിട്ടുള്ളത്. ഗീതം: നയനഹീനർക്ക് വഴി കാണിച്ചു തരൂ പ്രഭു. ഓം ശാന്തി. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം നൽകുന്ന ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. അതിനാൽ ഇപ്പോൾ കുട്ടികൾക്ക് ജ്ഞാനത്തിൻ്റെ നേത്രം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഭക്തിമാർഗം അന്ധകാരത്തിൻ്റെ മാർഗം തന്നെയാണ്. ഏതുപോലെ രാത്രിയിൽ പ്രകാശമുണ്ടായിരിക്കുന്നില്ല, അപ്പോൾ മനുഷ്യർ തിക്കും തിരക്കും കൊള്ളുന്നു. ബ്രഹ്മാവിൻ്റെ രാത്രി, ബ്രഹ്മാവിൻ്റെ പകൽ എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് വഴി കാണിച്ചു തരൂ എന്ന് സത്യയുഗത്തിൽ പറയുകയില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ വന്ന് മുക്തിധാമത്തിൻ്റെയും ജീവൻ മുക്തിധാമത്തിൻ്റെയും വഴി പറഞ്ഞു തരികയാണ്. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അറിയുന്നുണ്ട്, ബാക്കി കുറച്ചു സമയമാണുള്ളത്. ലോകം മാറാൻ പോവുകയാണ്. ലോകം മാറാൻ പോകുന്നു എന്ന് ഗീതവും രചിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ലോകം എപ്പോൾ മാറണം, എങ്ങനെ മാറണം, ആരാണ് മാറ്റുന്നത് എന്നത് പാവം മനുഷ്യരറിയുന്നില്ല. കാരണം ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രമില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. അതിലൂടെ നിങ്ങൾ ഈ സൃഷ്ടിചക്രത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ ബുദ്ധിയിലെ ജ്ഞാനത്തിൻ്റെ സാക്രിൻ. ഒരൽപ്പം സാക്രിൻ വളരെ മധുരമായിരിക്കും. അതേപോലെ ഈ ജ്ഞാനത്തിൻ്റെ 2 വാക്കുകൾ മന്മനാഭവ, ഇതാണ് ഏറ്റവും മധുരമായ വസ്തു. ബാബയെ ഓർമ്മിക്കൂ, അത്രമാത്രം. ബാബ വരുന്നു, വന്ന് വഴി പറഞ്ഞു തരുന്നു. എവിടേക്കുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്? ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് സന്തോഷമുണ്ടാകുന്നു. സന്തോഷങ്ങൾ എപ്പോഴാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നത് ലോകം അറിയുന്നില്ല. സന്തോഷങ്ങൾ പുതിയ ലോകത്തിലാണല്ലോ ആഘോഷിക്കപ്പെടുന്നത്. ഇത് തികച്ചും കോമൺ കാര്യമാണ്. പഴയ ലോകത്തിൽ സന്തോഷങ്ങൾ എവിടെ നിന്നും വരുവാൻ? പഴയ ലോകത്തിൽ മനുഷ്യർ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം തമോ പ്രധാനമാണ്. തമോ പ്രധാന ലോകത്തിൽ സന്തോഷങ്ങൾ എവിടെ നിന്നും വരാനാണ്? സത്യയുഗത്തിൻ്റെ ജ്ഞാനം ആരിലുമില്ല. അതിനാൽ പാവങ്ങൾ ഇവിടെ സന്തോഷങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ക്രിസ്മസിൻ്റെ സന്തോഷങ്ങളും എത്ര ആഘോഷിക്കുന്നു. ബാബു പറയുന്നു, അഥവാ സന്തോഷങ്ങളുടെ കാര്യം ചോദിക്കണമെങ്കിൽ ഗോപഗോപികമാരോട്, അതായത് എൻ്റെ കുട്ടികളോട് ചോദിക്കൂ. കാരണം ബാബ വളരെ സഹജമായ വഴി പറഞ്ഞു തരികയാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട്
തൻ്റെ ജോലി കാര്യങ്ങളുടെ കർത്തവ്യം ചെയ്തുകൊണ്ടും കമലപുഷ്പ സമാനമിരിക്കൂ, എന്നെ ഓർമ്മിക്കുകയും ചെയ്യൂ. പ്രിയതമയും പ്രിയതമനും ആയിരിക്കുന്നവരും ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരം ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് സാക്ഷാത്കാരവും ഉണ്ടാവുന്നു. ലൈല മജ്നു, ഹീര രാജ എന്നിവർ വികാരത്തിനു വേണ്ടി ആയിരുന്നില്ല അന്യോന്യം പ്രണയിതാക്കളായത്. അവരുടെ സ്നേഹം പാടപ്പെട്ടിരിക്കുന്നു. അതിൽ അന്യോന്യം പ്രണയിതാക്കളാകുന്നു. എന്നാൽ ഇവിടെ ആ കാര്യമല്ല. ഇവിടെ നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി ആ പ്രിയതമൻ്റെ പ്രിയതമകൾ ആയിട്ടിരിക്കുന്നു. ആ പ്രിയതമൻ നിങ്ങളുടെ പ്രിയതമയല്ല. നിങ്ങൾ ആ ഒന്നിനെ വിളിക്കുന്നു ഇവിടെ വരുന്നതിന് വേണ്ടി. ഹേ ഭഗവാനെ, നയനഹീനർക്ക് വന്ന് വഴി കാണിച്ചു തരൂ. നിങ്ങൾ പകുതി കൽപ്പം വിളിച്ചു. ദുഃഖം കൂടുതൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ വിളിക്കുന്നു. കൂടുതൽ ദുഃഖത്തിൽ കൂടുതൽ സ്മരിക്കുന്നവരുമുണ്ടാകും. നോക്കൂ, ഇപ്പോൾ ഓർമ്മിക്കുന്ന എത്ര അനേകം പേരാണുള്ളത്. പാടപ്പെട്ടിട്ടുമുണ്ടല്ലോ, ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കും എന്ന്. എത്ര വൈകുന്നുവോ അത്രയും കൂടുതൽ തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു. അവർ കൂടുതൽ ഇറങ്ങുകയാണ്. കാരണം വിനാശം ഉണ്ടാകുന്നത് വരെയും തമോ പ്രധാന അവസ്ഥ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ദിനം പ്രതിദിനം മായയും തമോ പ്രധാനം വൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ബാബയും സർവശക്തിവാനാണ്. പിന്നെ മായയും ഈ സമയത്ത് സർവശക്തിവാനാണ്, അതും ബലവാനാണ്. കുട്ടികളായ നിങ്ങൾ ഈ സമയം ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷണരാണ്. നിങ്ങളുടേത് സർവോത്തമ കുലമാണ്. ഇതിനെ പറയുന്നത് ഉയർന്നതിലും ഉയർന്ന കുലം എന്നാണ്. ഈ സമയം നിങ്ങളുടെ ഈ ജീവിതം അമൂല്യമാണ്. അതിനാൽ ഈ ജീവിതത്തിൻ്റെ, അതായത് ശരീരത്തിൻ്റെ സംരക്ഷണവും നടത്തേണ്ടതാണ്. കാരണം 5 വികാരങ്ങൾ കാരണം ശരീരത്തിൻ്റെ ആയുസ് കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ ബാബ പറയുന്നു, ഈ സമയം 5 വികാരങ്ങൾ ഉപേക്ഷിച്ച് യോഗത്തിലിരിക്കൂ. എങ്കിൽ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആയുസ് വർദ്ധിച്ച് ഭാവിയിൽ നിങ്ങളുടെ ആയുസ് 150 വർഷമാകും. ഇപ്പോൾ അല്ല. അതിനാൽ ബാബ പറയുന്നു, ഈ ശരീരത്തെയും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അല്ല എങ്കിൽ ഈ ശരീരം ഉപയോഗമില്ലാത്തതാണെന്നും മണ്ണിൻ്റെ പാവയാണെന്നും പറയുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നു. ജീവിച്ചിരിക്കുന്നത് വരെയും ബാബയെ ഓർമ്മിക്കണം. ആത്മാവ് ബാബയെ ഓർമ്മിക്കുന്നു. എന്തിനു വേണ്ടി? സമ്പത്തിനു വേണ്ടി. ബാബ പറയുന്നു, നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യൂ. എങ്കിൽ നിങ്ങൾ വീണ്ടും ഇങ്ങനെയായി മാറും. അതിനാൽ കുട്ടികൾ പഠനം നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. പഠനത്തിൽ അലസതയും മറ്റും വരാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ പിന്നെ തോറ്റുപോകും. വളരെ കുറഞ്ഞ പദവിയായിരിക്കും നേടുന്നത്. പഠനത്തിലും മുഖ്യമായ കാര്യം ഇതാണ്, ബാബയെ ഓർമ്മിക്കൂ. അതിന് സാരം എന്ന് പറയുന്നു. എക്സിബിഷനിൽ അല്ലെങ്കിൽ സെന്ററിൽ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ആദ്യം ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കൂ, ബാബയെ ഓർമ്മിക്കൂ. കാരണം ആ ഒന്ന് ഉയർന്നതിലും ഉയർന്നതാണ്. ഉയർന്നതിലും ഉയർന്നതിനെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. അതിനേക്കാൾ കുറവായതിനെ ഓർമ്മിക്കേണ്ടതില്ല. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നു. ഭഗവാൻ തന്നെയാണ് പുതിയ ലോകം സ്ഥാപിക്കുന്നവൻ. നോക്കൂ, ബാബയും പറയുന്നു, പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ഞാൻ ചെയ്യുന്നു.
അതിനാൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മുറിയും. അപ്പോൾ ഇത് ദൃഢമായി ഓർമ്മിക്കൂ, കാരണം ബാബ പതീത പാവനനാണല്ലോ. ആ ഒന്ന് ഇത് പറയുന്നു, നിങ്ങൾ എന്നെ പതീത പാവനൻ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ തമോ പ്രധാനമാണ്, വളരെയധികം പതീതമാണ്. ഇപ്പോൾ നിങ്ങൾ പാവനമാകൂ. ബാബ വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളുടെ സുഖത്തിൻ്റെ ദിനങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നു, ദുഃഖത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയായി. അല്ലയോ ദുഃഖഹർത്ത സുഖദാത എന്ന് വിളിക്കുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായും സത്യയുഗത്തിൽ എല്ലാവരും സുഖമുള്ളവർ തന്നെയാണ് എന്നറിയുന്നുവല്ലോ. അപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, എല്ലാവരും ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഇതാണ് സംഗമയുഗം. തോണിക്കാരൻ നിങ്ങളെ മറുതീരത്ത് കൊണ്ടുപോകുന്നു. പിന്നെ ഇതിൽ ഏതെങ്കിലും തോണിക്കാരൻ്റെയോ തോണിയുടെയോ കാര്യമല്ല ഉള്ളത്. തോണിയെ മറുതീരത്ത് എത്തിക്കൂ എന്നത് മഹിമ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരാളുടെ തോണിയെ അല്ലല്ലോ മറുതീരത്ത് എത്തിക്കേണ്ടത്, മുഴുവൻ ലോകത്തിൻ്റെയും തോണിയെ അക്കരെ എത്തിക്കേണ്ടതുണ്ട്. ഈ മുഴുവൻ ലോകവും ഒരു വളരെ വലിയ കപ്പൽ പോലെയാണ്, ഇതിനെ അക്കരെ എത്തിക്കുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾ വളരെയധികം സന്തോഷം ആഘോഷിക്കേണ്ടതാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് സദാ സന്തോഷമാണ്, സദാ ക്രിസ്മസ് ആണ്. കുട്ടികളായ നിങ്ങൾക്ക് ബാബയെ ലഭിച്ചത് മുതൽ സദാ നിങ്ങൾക്ക് ക്രിസ്മസ് ആണ്. അതിനാൽ അതീന്ദ്രിയ സുഖം പാടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഇദ്ദേഹം സദാ സന്തോഷമായിരിക്കുന്നു. എന്തുകൊണ്ട്? പരിധിയില്ലാത്ത ബാബയെ ലഭിച്ചു. ആ ഒന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവസവും ഈ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. പരിധിയില്ലാത്ത ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാ, എപ്പോഴെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗീതയിലും ഭഗവാൻ ഉവാച്ചയുണ്ട്, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. അവർ ബാരിസ്ട്രി യോഗവും സർജനറി യോഗവും പഠിപ്പിക്കുന്നു. ഞാൻ ആത്മീയ കുട്ടികളായ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. നിങ്ങൾ ഇവിടെ വരുന്നു, അപ്പോൾ തീർച്ചയായും രാജയോഗം പഠിക്കാനാണല്ലോ വരുന്നത്. കുഴങ്ങിപ്പോകേണ്ട കാര്യമില്ല. അപ്പോൾ രാജയോഗം പഠിച്ച് പൂർത്തിയാക്കേണ്ടതാണല്ലോ. ഓടിപ്പോകുന്നവരാകാൻ പാടില്ല. പഠിക്കുകയും വേണം, നന്നായി ധാരണ ചെയ്യുകയും വേണം. ടീച്ചർ പഠിപ്പിക്കുന്നത് ധാരണ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിയുണ്ട്. ചിലരുടേത് ഉത്തമം, ചിലരുടേത് മധ്യമം, ചിലരുടേത് അധമം. അപ്പോൾ സ്വയം ചോദിക്കണം, ഞാൻ ഉത്തമമാണോ, മധ്യമമാണോ, അതോ അധമമാണോ? സ്വയം തന്നെ തിരിച്ചറിയണം. ഞാൻ ഇങ്ങനെ ഉയർന്നതിലും ഉയർന്ന പരീക്ഷ പാസ്സായി ഉയർന്ന പദവി നേടുവാൻ യോഗ്യമാണോ? ഞാൻ സർവീസ് ചെയ്യുന്നുണ്ടോ? ബാബ പറയുന്നു, കുട്ടികളെ സർവീസബിളാകൂ, ബാബയെ ഫോളോ ചെയ്യൂ. കാരണം ഞാനും സർവീസ് ചെയ്യുന്നുവല്ലോ. വന്നിരിക്കുന്നത് തന്നെ സർവീസ് ചെയ്യുവാനാണ്. ഓരോ ദിവസവും സർവീസ് ചെയ്യുന്നു. കാരണം രഥവും സ്വീകരിച്ചിരിക്കുകയാണല്ലോ. രഥവും ശക്തിശാലിയാണ്, നല്ലതാണ്. ഇദ്ദേഹത്തിൻ്റെ സർവീസ് ആണെങ്കിൽ സദാ നടക്കുന്നു. ബാബ് ദാദ ഇദ്ദേഹത്തിൻ്റെ രഥത്തിൽ സദാ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് രോഗം ബാധിച്ചാലും ഞാൻ ഇരിക്കുകയാണല്ലോ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എഴുതുകയും ചെയ്യുന്നു. അഥവാ ഇത് മുഖത്തിലൂടെ പറയുവാൻ സാധിക്കില്ല എങ്കിൽ എനിക്ക് എഴുതുവാൻ സാധിക്കും. മുരളി മിസ്സാകുന്നില്ല. ഏതുവരെ ഇരിക്കുവാൻ സാധിക്കുമോ, എഴുതുവാൻ സാധിക്കുമോ, ഞാൻ മുരളിയും ഉച്ചരിക്കുന്നു. കുട്ടികൾക്ക് എഴുതി അയച്ചു തരുന്നു. കാരണം സർവീസബിളാണല്ലോ. അപ്പോൾ ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു,
നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി നിശ്ചയബുദ്ധിയായി സർവീസിൽ മുഴുകൂ. ബാബയുടെ സർവീസ് ഓൺ ഗോഡ് ഫാദർലി സർവീസാണ്. അവർ ഓൺ ഹിസ് മജസ്റ്റി സർവീസ് എന്ന് എഴുതുന്നു. അപ്പോൾ നിങ്ങൾ എന്തു പറയും? ഇത് മജസ്റ്റിയേക്കാൾ ഉയർന്ന സർവീസാണ്. കാരണം മജസ്റ്റി അഥവാ മഹാരാജാവ് ആക്കി മാറ്റുകയാണ്. ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായും നമ്മൾ വേൾഡിൻ്റെ അധികാരിയാകുന്നു. കുട്ടികളായ നിങ്ങളിൽ ആരാണോ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നത് അവരെ തന്നെയാണ് മഹാവീരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിശോധന നടത്തേണ്ടി വരും. ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്ന മഹാവീരൻ ആരാണ് എന്ന് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. സഹോദരങ്ങളെ നോക്കുകയും ചെയ്യൂ. ബാബ സ്വയം തന്നെ സഹോദരന്മാരുടെ പിതാവായി മനസ്സിലാക്കുന്നു. സഹോദരന്മാരെ തന്നെയാണ് കാണുന്നത്, എല്ലാവരെയും കാണുകയില്ല. ശരീരമില്ലാതെ ആർക്കും കേൾക്കുവാൻ സാധിക്കില്ല, സംസാരിക്കാൻ സാധിക്കില്ല എന്ന ജ്ഞാനമുണ്ട്. ഞാനും ഇവിടെ ഈ ശരീരത്തിൽ വന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. ഞാൻ ഈ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്. ശരീരം എല്ലാവർക്കുമുണ്ട്. ശരീരത്തോടൊപ്പം തന്നെയാണ് ആത്മാവ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ ആത്മാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ഇരിപ്പിടം എവിടെയാണ്? അകാല സിംഹാസനത്തിൽ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഓരോ ആത്മാവും അകാലമൂർത്തിയാണ്. അതൊരിക്കലും വിനാശമാകുന്നില്ല, ഒരിക്കലും കത്തുന്നില്ല, മുറിയുന്നില്ല, മുങ്ങിപ്പോകുന്നില്ല, ചെറുതോ വലുതോ ആകുന്നില്ല. ശരീരം ചെറുതും വലുതുമാകുന്നു. അപ്പോൾ ലോകത്തിലും ഏതെല്ലാം മനുഷ്യരുണ്ടോ അവരിലുള്ള ആത്മാക്കളുടെ സിംഹാസനം ഈ ഭൃഗുടിയാണ്. ശരീരം ഭിന്ന ഭിന്നമാണ്. ചിലരുടെ അകാല സിംഹാസനം പുരുഷൻ്റേതാണ്, ചിലരുടേത് സ്ത്രീയുടേതാണ്, ചിലരുടേത് കുട്ടികളുടേതാണ്. അതിനാൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴെല്ലാം ഇത് മനസ്സിലാക്കൂ, ഞാൻ ആത്മാവാണ്, എൻ്റെ സഹോദരനോടാണ് സംസാരിക്കുന്നത്. ബാബയുടെ സന്ദേശം നൽകുന്നു. ശിവ് ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ഈ തുരുമ്പ് പിടിച്ചിരിക്കുന്നത് മാറിപ്പോകട്ടെ. ഇതുപോലെ സ്വർണത്തിൽ അലോയ് ചേരുമ്പോൾ മൂല്യം കുറഞ്ഞു പോകുന്നു. അതുപോലെ നിങ്ങളുടെയും മൂല്യം കുറഞ്ഞുപോയി. ഇപ്പോൾ തീർത്തും വാല്യൂലെസ് ആയിരിക്കുന്നു. ഇതിനെ പാപ്പരത്വം എന്നും പറയുന്നു. ഭാരതം എത്ര ധനവാനായിരുന്നു, ഇപ്പോൾ കടമെടുത്തുകൊണ്ടിരിക്കുന്നു. വിനാശത്തിൽ എല്ലാവരുടെയും ധനം ഇല്ലാതായി പോകും. കൊടുക്കുന്നവരും വാങ്ങുന്നവരും എല്ലാം ഇല്ലാതാകും. പിന്നെ ആരാണോ അവിനാശി ജ്ഞാനരത്നങ്ങൾ എടുക്കുന്നവർ അവർ പിന്നെ വന്ന് തൻ്റെ ഭാഗ്യമെടുക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയെ ഫോളോ ചെയ്ത് ബാബയ്ക്ക് സമാനം സർവീസബിളാകണം. സ്വയം തന്നെ തിരിച്ചറിയണം. ഞാൻ ഉയർന്നതിലും ഉയർന്ന പരീക്ഷ പാസ്സായി ഉയർന്ന പദവി നേടാൻ യോഗ്യമാണോ? ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടന്ന് മഹാവീരനാകണം. ഏതുപോലെ ബാബ ആത്മാക്കളെ നോക്കുന്നു, ആത്മാക്കളെ പഠിപ്പിക്കുന്നു, അതേപോലെ ആത്മാവാകുന്ന സഹോദരനെ നോക്കി സംസാരിക്കണം. വരദാനം: ശരീരത്തിൻ്റെ ആരോഗ്യത്തിലൂടെയും മനസ്സിൻ്റെ സന്തോഷത്തിലൂടെയും ധനത്തിൻ്റെ സമൃദ്ധിയിലൂടെയും ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ സദാ സ്വയം തന്നിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ ശരീരത്തിൻ്റെ കർമ്മഭോഗം ശൂലത്തിൽ നിന്നും മുള്ളായി മാറുന്നു. ശരീരത്തിൻ്റെ രോഗത്തെ യോഗത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. അതിനാൽ
സദാ സ്വാസ്ഥ്യം ഉള്ളവരാണ്. മന്മനാഭവ ആകുന്നത് കാരണം സന്തോഷങ്ങളുടെ ഖനിയിലൂടെ സദാ സമ്പന്നമാണ്. അതിനാൽ മനസ്സിൻ്റെ സന്തോഷവും പ്രാപ്തമാണ്. ജ്ഞാനധനം സർവധനത്തേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രകൃതി സ്വതവേ തന്നെ ജ്ഞാനധനമുള്ളവരുടെ ദാസിയായി മാറുന്നു. സർവസംബന്ധവും ഒന്നിനോടൊപ്പമാണ്. സമ്പർക്കവും ഹോളി ഹംസങ്ങളോടാണ്. അതിനാൽ ശ്രേഷ്ഠ ഭാഗ്യവാന്റെ വരദാനം സ്വതവേ പ്രാപ്തമാണ്. സ്ലോഗൻ: ഓർമ്മയും സേവനവും രണ്ടിൻ്റെയും ബാലൻസ് തന്നെയാണ് ഡബിൾ ലോക്ക്. മസ്തക സിംഹാസനത്തിൽ തിളങ്ങുന്ന തൻ്റെ ആത്മസ്വരൂപത്തെ കാണൂ. സങ്കൽപ്പിക്കൂ, ഞാൻ പവിത്ര സ്വരൂപ ആത്മാവാണ്. എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശകിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ വിദേഹിയായി പരമധാമത്തിൽ എത്തിച്ചേരുന്നു. പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൽ ഞാൻ എൻ്റെ ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു. ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പവിത്ര കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നു. എന്നിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പരമാത്മാ പവിത്രതയുടെ ശക്തി ആത്മാവിലെ രാജസികവും താമസികവുമായ സംസ്കാരങ്ങളെ സമാപ്തമാക്കുന്നു. ഞാൻ എൻ്റെ അനാദി സദോഗുണി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥ നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിൽ